ഇപ്പോൾ ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൂത്ത സ്റ്റമ്മിൻ്റെയൊക്കെയും കാലാവധി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞു പോകും. അതായത് ഇത് ഇലയെല്ലാം പൊഴിഞ്ഞു പോയതിന് ശേഷം ഇതേപോലെ ഇലയൊന്നും ഇല്ലാതെ വെറും സ്റ്റമ്മായിട്ട് നിൽക്കും. ഇതേ രീതിയിൽ ഇതിങ്ങനെ നിർത്തിയും വെച്ച് അവസാനം ഇത് പഴുത്തിട്ട് പന്നലായി പോകത്തേ ഉള്ളൂ. അതിന് പകരമായിട്ട് നമുക്ക് ഇത്തരം മൂത്ത തണ്ടുകളെ നല്ല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒന്നിലധികം പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് മൂർച്ചയുള്ളൊരു സിസർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഷാർപ്പായിട്ട് തൊലിയൊന്നും പൊട്ടാത്ത രീതിയിൽ, അതുപോലെ തന്നെ പേരൻറ്റ് സ്റ്റോക്കിന് യാതൊരുവിധ കോട്ടം വരാത്ത രീതിയിൽ ഷാർപ്പായിട്ട് അത് നമ്മൾ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സ്റ്റമ്മിങ്ങിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതേ രീതിയിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയേ ആവശ്യമുള്ളൂ. ഇതിപ്പോൾ ഒരു ഇല വന്നു പോയതിനുള്ളൊരു മുട്ടാണ്. അപ്പോൾ ആ മുട്ടിന് താഴെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ മാത്രം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള രണ്ട് സാധനം എന്ന് പറയുന്നത്, ഒന്ന് ഒരു ആൻറ്റി ഫംഗൽ പൗഡറാണ്. അതിനുശേഷം വേണ്ട ഒരു പ്രധാന സാധനം എന്ന് പറയുന്നത് ഇതേപോലൊരു വാവിസ്താരമുള്ളൊരു കുപ്പി നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ടോപ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയേക്കുവാണ്. ഇനി ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നേരെ ആൻറ്റി ഫംഗൽ പൗഡറിൽ ഇത് ഡിപ്പ് ചെയ്തതിന് ശേഷം കണ്ടില്ലേ, നല്ല രീതിയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുപ്പിയിലേക്ക് ഇറക്കി വയ്ക്കുക എന്നുള്ള പരിപാടിയാണ് ആദ്യത്തേതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 കമ്പുകളും ഇതിൻ്റെ അകത്ത് തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ വളവും ഓരോ ആഴ്ചയിൽ ഒരു ദിവസം വീതം വെള്ളവും മാത്രം കൊടുക്കാവൂ. അപ്പം ഞാൻ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ തൈ ആകുന്നത് കാണിക്കുന്നില്ല, കാരണം എന്ന് വെച്ചാൽ അതിന് ഒത്തിരി സമയം എടുക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള വേറെ കുറച്ച് തണ്ടുകൾ ഞാൻ കാണിച്ചു തരാം. ഇതപ്പോൾ നമ്മൾ നേരത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഡെൻഡ്രോബിയത്തിൻ്റെ പല ഷെയ്ഡിലുള്ള അതിൻ്റെ സ്റ്റമ്മുകളാണ്. അപ്പോൾ ഇതിൽ 1-2 സ്റ്റമ്മ് ഞാൻ പ്രൊപ്പഗേറ്റ് ആയിരിക്കുന്നത് കാണിച്ചു തരാം. നമ്മൾ അന്ന് പുരട്ടിയ ആൻറ്റി ഫംഗലിൻ്റെ പൗഡർ ഇതുവരെ പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ സ്റ്റമ്മിന് യാതൊരുവിധ പ്രശ്നമില്ലാതെ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ നമുക്ക് 2 മുകുളങ്ങൾ ഇപ്പോൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കാണാം, ഇതിൽ ഒന്നിൽ പ്രൊപ്പഗേറ്റായി, അതേപോലെ തന്നെ വേര് വന്നതും തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു മുള ഇവിടുന്ന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ പൊഴിഞ്ഞിട്ടുള്ള ഓരോ മുട്ട് വയസ്സിലും പുതിയ മുകുളം വരാനുള്ള ബഡ്ജിങ്, അതായത് ഈ ഇങ്ങനെയുള്ള കൊമള പോലത്തെയുള്ള സാധനങ്ങൾ വരാനുള്ള ടെൻഡൻസിയിലിട്ട് ഇത് വന്നിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ പല രീതിയിൽ പലയിടത്തുനിന്ന് ഇതേപോലെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതിൽ ഇതേപോലത്തെ ഒരു തൈ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു പുതിയ തൈ വരാനുള്ള മുകുളം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ താഴോട്ട് വരുന്ന സ്ഥലത്തും അതേപോലെ കാണിക്കുന്നുണ്ട്.